അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സ്വർഗത്തിൽ പോവുക എന്നതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനുമപ്പുറത്ത് സ്വർഗത്തിലെത്തിയവൻ്റെ റബ്ബിനെ കാണാൻ സാധിക്കുക എന്നത്. വുജൂഹുൻ യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹ നാളിറ. ചില മുഖങ്ങൾ അന്ന് പ്രസന്നമായിരിക്കും, അവരുടെ റബ്ബിൻ്റെ നേർക്ക് ദൃഷ്ടി തിരിച്ചവയായിരിക്കും. അവർ അല്ലാഹുവിനെ കാണാനായി നിൽക്കുമെന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുമ്മ യഅ്തീനാ റബ്ബുനാ ബഅദ ദാലിക്. അതിനുശേഷം റബ്ബ് ഞങ്ങളിലേക്ക് വരും. ഫയഖൂലു, അവൻ ചോദിക്കുമെന്നാണ്, മൻ തൻളുറൂന, നിങ്ങളാരെയാണ് നോക്കുന്നത്? ഫയഖൂലൂന നൻളുറു റബ്ബന, വിശ്വാസികൾ പറയും, ഞങ്ങളുടെ റബ്ബിനെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഫയതജല്ലാ ലഹും, അല്ലാഹു തആല അവരിലേക്ക് ചിരിച്ചുകൊണ്ട് അവർക്ക് വെളിപ്പെടും. അല്ലാഹു അവരെയും കൊണ്ടുപോയി അവനെ പിന്തുടർന്ന ഓരോ മനുഷ്യനും വിശ്വാസികളും അവനെ കാണുന്നതാണ് എന്നർത്ഥം. ആ അല്ലാഹുവിനെ കാണാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിനെ കാണുമോ എന്ന്. പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ റബ്ബിനെ കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അല്ലാഹുവിനെ കാണണമെങ്കിൽ അസ്അലുക ലദ്ദത്തൻ നളരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖായിക ഫി ഐരി ളറാഅ മുളിറത്തിൻ വലാ ഫിത്നത്തിൻ മുളില്ല. അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ, നിന്റെ മുഖം നോക്കിയുള്ള ആസ്വാദനം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നിന്നെ കാണാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും ചോദിക്കുന്നു. ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രയാസം കാരണത്താലുമല്ല, വിയപ്പിച്ചു കളയുന്നൊരു പരീക്ഷണം കാരണത്താലുമല്ലാതെ നിന്റെ വജ്ഹിലേക്ക്, നിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ, നിന്നെ കാണാൻ അല്ലാഹുവേ ഞങ്ങൾക്കു നീ അവസരം നൽകണേ എന്ന്. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹു. ആരാണോ അല്ലാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലാഹു അവരെ കാണാൻ ഇഷ്ടപ്പെടും. അല്ലാഹുവിനെ കാണാൻ ആരാണോ വെറുക്കുന്നത്, അല്ലാഹു അവരെയും കാണാൻ വെറുക്കുമെന്നാണ്. അല്ലാഹുവിനെ കാണുക എന്നതിനപ്പുറം വിശ്വാസികൾക്ക് പിന്നെയൊന്നുമില്ല. ഹിജ്റ 4-ാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ അടുക്കൽ ശത്രുക്കൾ വന്ന് ചതിയിലൂടെ ചില ആളുകളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണമെന്നാവശ്യപ്പെട്ട് അവരെ ബിഇർ മഊന എന്ന സ്ഥലത്ത് വച്ച് കൊലപ്പെടുത്തി. ആ നേരത്ത് അവർക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാൻ ഒരു മാർഗവുമില്ലാത്ത നേരത്തെ അവരുടെ പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ബല്ലിഅ അന്നാ നബിയ്യന അന്നാ ഖദ് ലഖീനാക ഫറളീനാ അൻക. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാചകനെ നീ എത്തിച്ചു കൊടുക്കണം, ഞങ്ങൾ നിന്നെ ഖദ് ലഖീനാക, ഞങ്ങൾ നിന്നെ കണ്ടുമുട്ടിയിരിക്കുന്നു എന്ന്, ഫറളീനാ അൻക, ഞങ്ങൾ നിന്നിൽ തൃപ്തനാണ് എന്ന്, നീ ഞങ്ങളിലും തൃപ്തനാകരണേ എന്ന് പ്രാർത്ഥിക്കുന്ന സഹാബത്തിനെ കാണാം. ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹുവിനെ പിന്നിൽ നിന്നൊരാൾ കുത്തിയപ്പോൾ ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു, ഫുസ്തു വറബ്ബൽ കഅബ, കഅബയുടെ രക്ഷിതാവ് തന്നെയാണു സത്യം, ഞാനിതാ വിജയിച്ചിരിക്കുന്നു എന്നാണ്. കാരണം മരണത്തോടപ്പുറത്ത് അന്നാ ഖദ് ലഖീനാക, ഞങ്ങൾ നിന്നെ കണ്ടുമുട്ടിയിരിക്കുന്നു എന്ന് അവർക്ക് പ്രാർത്ഥിക്കാനും അങ്ങനെ അവരെ മനസ്സുകൊണ്ട് ഉറപ്പിക്കാനും അവർക്ക് സാധിക്കുമായിരുന്നു എന്നർത്ഥം. ആ അല്ലാഹുവിനെ കണ്ടുമുട്ടലാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്നുള്ളത്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, സുഹൃതം ചെയ്തവർക്ക്
ഏറ്റവും ഉത്തമമായ പ്രതിഫലവും കൂടുതൽ നേട്ടവുമുണ്ട്. ലഹും മാ യശാഊന ഫിഹാ വലദൈന മസീദ്. അവർക്കവിടെ സ്വർഗത്തിൽ ഉദ്ദേശിക്കുന്ന എന്തും ലഭിക്കും. അവർക്ക് കൂടുതലായി പലതുമുണ്ട്. അത് അള്ളാഹുവിൻ്റെ വജ്ഹ് കാണലാണ്. ആ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.